ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് അധികം ഡൗൺ ആയിപ്പോയി. അപ്പം ഡിപ്രഷൻ തന്നെ ഡയഗ്നോസ്ഡ് ആയിരുന്നു. അതായത് കൗൺസിലിങ്ങിന് പോയി, സൈക്കാട്രിനെ കാണിച്ചു, ആന്റി ഡിപ്രസൻസ് എടുത്തു. പിന്നെ വീട്ടുകാർ പറഞ്ഞ കുറെ ചെപ്പടി വിദ്യയൊക്കെ ചെയ്തു നോക്കി. എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് റെഡി ആവണില്ല. എല്ലാവർക്കും സോളോ ട്രിപ്പ് പറയുമ്പം എന്തോ ഭയങ്കര ഭീകരമായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് വൈബാക്കി പോകുന്നൊരു ട്രിപ്പ് എന്നായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും മൂഞ്ചി തെറ്റിയിരിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ സോളോ ട്രിപ്പ് പോകുന്നത്. അന്നപൂർണ ചോദിച്ചപ്പോഴായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സത്യത്തിൽ ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതിന്റെ പകുതിക്ക് വെച്ച് ഗിവ് അപ്പ് ചെയ്ത് പോകുന്നതാണ്. നോർത്ത് ഇന്ത്യ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഭയങ്കര ബാക്ക്വേർഡാ തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഈ കുട്ടികൾ പഠിക്കാൻ നടക്കുന്ന ആ സംഭവമല്ല. ഒരു യാത്ര ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. ആ ഒരു സമയത്ത് ഇവിടെ തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്നൊരു സമയത്ത് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കുക എന്നുള്ളതാണെങ്കിൽ ഏതായിരിക്കും ആ ഒരു സ്ഥലം? ഇപ്പോ നിങ്ങൾ ഈ മൊമെന്റിൽ ഇറങ്ങുക. നമ്മൾ എവറസ്റ്റ് കീഴടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കേരളത്തിലെ ഒരു മലയാളി എവറസ്റ്റ് കയറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അതേപോലെ ബേസ് ക്യാമ്പിന്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് എവറസ്റ്റ് കാണാൻ പറ്റും. ആ രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്തിട്ട് എനിക്ക് അന്ന് തോന്നിയ ഒരു കാര്യമാണ്. അപ്പം വെറുതെ ഒറ്റ മൈൻഡിൽ പോകാൻ പറ്റിയൊരു സാധനം അല്ല എവറസ്റ്റ്. അതായത് അച്ഛനെയും അമ്മേനെയും അമ്പലല്ലാത്ത എവിടെയെങ്കിലും ഒന്ന് കാണിക്കണം. അതും എനിക്ക് അവരെ തന്നെ നോക്കണം എന്ന് അത്രയും കൺസേൺ ഉണ്ടായതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും മൂന്നാളേ ഉള്ളൂ, വേറെ ആരില്ല, ഫ്രണ്ട്സ് പോലും ഇല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം, അത് ഫുൾ വൈബാക്കണം. ഹായ് ഹലോ മൈൻഡ്സ്കേപ്പിൽ ഇറ്റ്സ് മീ പ്രശാന്തി. ഇന്ന് എന്റെ കൂടെ ഉള്ളത് യാത്രകൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ഇമ്പൾസീവ് ട്രാവലർ വൃന്ദ. താങ്ക് യു. വെൽക്കം ടു ദി ഷോ. താങ്ക് യു. വൃന്ദ, ഒരുപാട് ട്രിപ്പ് പോയിട്ടില്ലേ? ഇപ്പൊ ഒറ്റയ്ക്കും അല്ലാണ്ടൊക്കെ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. അതില് ഫസ്റ്റ് പോയ സോളോ ട്രിപ്പ് ഏതായിരുന്നു? അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഓക്കെ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് അധികം ഡൗൺ ആയിപ്പോയി. ഒന്നിന്റെ അച്ഛമ്മേന്റെ ഡെത്തും പിന്നെ കോളേജ് സ്റ്റഡീസും എല്ലാം കൂടി ആയിട്ട്. അപ്പം ഡിപ്രഷൻ തന്നെ ഡയഗ്നോസ്ഡ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് വേറെ എന്ത് ചെയ്തിട്ടും, അതായത് കൗൺസിലിങ്ങിന് പോയി, സൈക്കാട്രിനെ കാണിച്ചു, ആന്റി ഡിപ്രസൻസ് എടുത്തു. പിന്നെ വീട്ടുകാർ പറഞ്ഞ കുറെ ചെപ്പടി വിദ്യയൊക്കെ ചെയ്തു നോക്കി. എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് റെഡി ആവണില്ല. അപ്പോൾ ആ സമയത്ത് തോന്നി ഒരു സോളോ യാത്ര പോയാലോ. അതായത് നമുക്ക് നമ്മളെ തിരിച്ചു കിട്ടണമല്ലോ എങ്ങനെയെങ്കിലും. അപ്പോ അന്ന് പോയൊരു പോക്കാണ് സോളോ ടു സിക്കിം എന്നുള്ളത്. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല കേട്ടോ, നമ്മളൊന്ന് റെഡി ആക്കണല്ലോ. അതായിരുന്നു ഫസ്റ്റ് സോളോ. പോയി തിരിച്ചു വന്നപ്പം ഞാൻ പഴയ പോലെ അടിപൊളിയായി. അപ്പൊ അതായിരുന്നു എന്റെ ഫസ്റ്റ് സോളോ എന്ന് പറയുന്നത്. സിക്കിം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഓ, അടിപൊളി. അതായത് നമുക്ക് പോയാല് നമുക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യല്ലോ, അതായിരുന്നു സിക്കിം വരുന്നത്. പിന്നെ കാണാനാണെങ്കിലും അടിപൊളിയായിരുന്നു. ലാച്ചിങ്ങും 0 പോയിന്റ് ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് യാത്ര ഏതാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് ആയിരുന്നു. കുറച്ച് കഷ്ടപ്പാടാണ്, കുറച്ച് ബുദ്ധിമുട്ടി. കാരണം എനിക്കൊരു ടാർഗറ്റ് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ആ ബഡ്ജറ്റിൽ തീർക്കാന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഭയങ്കര വെർത്തായിരുന്നു. അതിന്റെ മുകളിലൊക്കെ എത്തുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതാണ് 20,000 രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ സാധനം. ആക്ച്വലി എന്തായിരിക്കും അത്, ചിലർ പറയല്ലോ 50,000 തൊട്ട് 2 ലക്ഷം വരെയൊക്കെ എത്തും എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ അത്രയും എമൗണ്ട് എടുത്തിട്ട് പോലും നിങ്ങൾ അത് എത്ര കുറച്ച് എമൗണ്ടിൽ റെഡിയാക്കി പോയത്? എങ്ങനെയാ ചെയ്തതെന്നാണോ? ഒന്ന് ശരിക്കും അത്ര ബഡ്ജറ്റ് വേണ്ട കാരണങ്ങൾ കുറെ ഉണ്ട്. ഒന്ന്, എല്ലാരും കാഠ്മണ്ഡൂന്ന് ഫ്ലൈറ്റ് കയറിയിട്ടാണ് പോവാ. പിന്നെ ഗൈഡ്, പോർട്ടർ, നമ്മുടെ ബാഗ് ചുമക്കാനുള്ള ഒരാള്, ഇങ്ങനെ അതിൽ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ എല്ലാരും റൂം, ഫുഡ്, നമ്മൾ ഈ സാധനങ്ങളെല്ലാം കോംപ്രമൈസ് ചെയ്താ പോയത്. നമ്മൾ ഫ്ലൈറ്റ് എടുത്തിരുന്നില്ല. പിന്നെ ഗൈഡ് ഇല്ല, പോർട്ടർ ഇല്ല. നമ്മളുടെ 70 ലിറ്റർ ബാഗ് നമ്മൾ തന്നെ ചുമന്ന് പോയിണ്ടായിരുന്നു. 70 ലിറ്റർ. അതിൽ തന്നെ എല്ലാ ഐറ്റം വിടും, വെള്ളം, ഒരു 18 കിലോ ഉണ്ടാവും. വെള്ളടക്കം, ഫുഡടക്കം, എല്ലാ സാധനങ്ങള്. പിന്നെ ഫുഡ് കുക്ക് ചെയ്യുമായിരുന്നു, റൂം എടുക്കുമായിരുന്നില്ല, ക്യാമ്പിങ്, ടെന്റിങ്, അങ്ങനെ മൊത്തത്തില് നമുക്ക് ആ 45,000 20,000 മാറ്റാൻ പറ്റി. കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് മാഗി ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ റെക്കമെൻഡ് ചെയ്യൊന്നുമില്ല, പക്ഷെ എന്നാലും ഞങ്ങള് കഴിക്കും എന്ന് പറയുന്നത്. ലോ ബഡ്ജറ്റില് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതിലൊന്ന് മാഗിയാണ്. ബാക്കിയൊന്നും നമുക്ക് അങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോ ഈ സമയത്ത് ഫുഡ് കഴിക്കാൻ തോന്നുന്നു. ഒരു വീഡിയോയിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര 300 രൂപ കൊടുത്തിട്ട് ഒരു ചീരയും ചോറും കഴിച്ചപ്പോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. വെറൈറ്റി ഒന്നും നോക്കില്ല, ഞങ്ങളത് കഴിച്ചു. നമ്മള് മലയാളികൾക്ക്
അരിഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരിക്കും. പക്ഷെ അവിടെ അരിഭക്ഷണത്തിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. ഒരു പ്ലേറ്റ് ചോറിന് 300, 400 അങ്ങനെ മൗണ്ടൻസിലേക്ക് പോകുന്തോറും ഫുഡിന്റെ റേറ്റ് കൂടിയിട്ട് വരും. അപ്പോ ഒരു 7 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അരിഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് കിട്ടുമ്പോ ഉണ്ടാവുന്ന ഒരു വികാരം ഉണ്ടല്ലോ, ആ വികാരമാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ 2 ദിവസം പോലും ഫുഡ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്തോ വലിയ സംഭവം കിട്ടുന്ന പോലെ. ഒരു ദിവസം ഒരു നേരം അരിഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല മലയാളികൾക്ക്. പക്ഷെ അന്ന് നമ്മൾ അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് ജസ്റ്റ് കടല, പിന്നെ മാഗി, അങ്ങനെയൊക്കെ ഒരു സ്നാക്സ് ഒക്കെ വെച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്. പക്ഷെ റെക്കമെൻഡ് ചെയ്യൂല ഒരിക്കലും. അവിടെ ഫുഡ് കൊള്ളായിരുന്നു. എന്നിട്ട് ഫുഡ് അടിപൊളിയാണ്, പക്ഷെ നല്ല കോസ്റ്റ്ലി ആണെന്ന് മാത്രം. വെറും ആ ഒരു ചേരിയും ചോറിന് മാത്രമാണോ 300 രൂപ? ദാൽ ബാത്ത് എന്നാ പറയാ. അതായത് നല്ല ചോറും പിന്നെ ദാൽ കറി ഇല്ലേ, അത് ചോറ് അൺലിമിറ്റഡാ. അവര് പിന്നിട്ട് തരും. അപ്പൊ നമുക്ക് മൗണ്ടൻസ് കയറുമ്പം എനർജിയാ വേണ്ടത്. ആ എനർജിക്ക് അരിയും ദാൽ കറിയാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ബംഗാളികളുടെ എനർജി ദാലാന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ശരിക്കും നേപ്പാളികളുടെയും അത് തന്നെയാണ്. ആണല്ലേ? ഓക്കെ. എന്തായാലും ഈ പറഞ്ഞ പോലെ ഈ ബേസ് ക്യാമ്പ് എക്സ്പീരിയൻസ് കിട്ടിയല്ലോ. അതിന്ന് ഇനിയിപ്പോ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമ്മള് എവറസ്റ്റ് കീഴടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങള് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിലൊരു മലയാളി എവറസ്റ്റ് കയറുന്ന ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് നല്ല റിലേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. അതേപോലെ ബേസ് ക്യാമ്പിന്റെ അവിടെ എത്തുമ്പോ നമുക്ക് എവറസ്റ്റ് കാണാൻ പറ്റും. ആ രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്തിട്ട് എനിക്ക് അന്ന് തോന്നിയ ഒരു കാര്യമാണ് എവറസ്റ്റ് വൺ ഡേ എന്തായാലും കയറണം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ അതിനുള്ള ഫിസിക്കും ഇല്ല. പിന്നെ എവറസ്റ്റ് കയറാന് 40 ലക്ഷം 50 ലക്ഷം ഒക്കെ മിനിമം വേണം. അതായത് നമുക്ക് ഫിസിക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത്രയും റേറ്റ് ഉണ്ട് അതിന്. നമുക്ക് ഗൈഡൻസ് ഇല്ലാതെ പോകാൻ പറ്റൂല. അത് ക്ലൈംബിംഗ് ആണ്, ട്രക്കിംഗ് അല്ല. അതായത് നമ്മളൊരു മൗണ്ടൻസിലേക്ക് കയറുകയാണ്. അപ്പൊ അതിന് അത്രയും പ്രിപ്പറേഷൻ വേണം. ഇയാൾ ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഏകദേശം 50-60 ദിവസം ക്ലൈംബിങ്ങിന് മാത്രം വേണം. അപ്പം വെറുതെ ഒറ്റ മൈൻഡിൽ പോകാൻ പറ്റിയൊരു സാധനം അല്ല എവറസ്റ്റ്. സാധാരണ ഒറ്റ മൈൻഡിലാണല്ലോ എല്ലായിടത്തും പ്ലാൻ ആണ്. അല്ലല്ല, ക്വിക്ക് ആയിട്ട് പോകുന്നതാണെന്ന്. അപ്പൊ ഒരു പക്ഷെ ഇനി നമുക്ക് അടുത്തത് കേൾക്കാൻ പറ്റുമോ? ഞാൻ ക്വിക്ക് ആയിട്ട് ഞാനൊന്ന് പോയിട്ട് എവറസ്റ്റ് കീഴടക്കിണ്ടാവില്ല, ഡെഡ് ആയി ഉണ്ടാവുള്ളൂ. അല്ല, അങ്ങനെ പോകാൻ പറ്റൂല എവറസ്റ്റ്. അപ്പൊ അതെന്തായാലും ശരിയാവില്ല. ഓക്കെ. ഈ അതിന്റെ ബേസിലെത്തിയ സമയത്ത് ഈ പറഞ്ഞ പോലെ അത് കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ, ആ സമയത്ത് ശരിക്കും എന്തായിരുന്നു എനിക്ക് അവിടേക്ക് പോണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ അവിടെ എത്തിപ്പെടും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഭയങ്കര ഒരു കരച്ചിലൊക്കെ വന്ന്. അതായത് എനിക്ക് ബേസ് ക്യാമ്പ് ട്രെക്കിനിടയിൽ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഗിവ് അപ്പ് ചെയ്യാന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ട്രെക്കിംഗ് നിർത്തി തിരിച്ചു പോവാന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ആ പോയിന്റിൽ നിന്ന് പിന്നെയും എന്റെ കൂടെയുള്ളവർ പുഷ് ചെയ്തിട്ട് ഫ്രണ്ട്സ് ഒക്കെ പുഷ് ചെയ്തിട്ടാണ് ഞാൻ ബേസ് ക്യാമ്പിൽ എത്തുന്നത്. അപ്പോ എനിക്ക് അവിടെ എത്തിയപ്പം ശരിക്കും ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാ ഫീൽ ചെയ്ത്, എനിക്ക് എത്താൻ പറ്റി എന്നുള്ളത്. എവറസ്റ്റ് പിന്നെ ബേസ് ക്യാമ്പ് എത്തിയല്ലോ. അപ്പൊ ഭയങ്കര ഒരു സന്തോഷം കരച്ചിലൊക്കെയാ ഫീൽ ചെയ്തത്. ഞങ്ങളെല്ലാരും 3 ആൾ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് അത്രയും ഭയങ്കര രസമായിരുന്നു. ബേസ് ക്യാമ്പ് ജസ്റ്റ് ഒരു കല്ലാണ്, അത് വലിയൊരു മൂടൊന്നുമില്ല. പക്ഷെ അവിടെ എത്തുക എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു ഫീൽ, പ്രൗഡ് മൊമെന്റ്. അതാണ് ശരിക്കും. ഈ ആ സമയത്ത് തന്നെയാണോ ഹോസ്പിറ്റലൊക്കെ പോവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രിപ്പ് ഒക്കെ ഇടേണ്ടി വരും, അതിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഞാനതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞതൊക്കെ അത് ആ ഒരു ടൈമിലായിരുന്നു ഇടയിലാണ്. അതായത് ആൾട്ടിറ്റ്യൂഡ് സിക്നസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് മൗണ്ടൻസിക്ക് കയറുമ്പോൾ നമുക്കൊരു ഡിസീനസും കാര്യങ്ങളൊക്കെ വരിക എന്നുള്ള ആ ഒരു സാധനം എക്സ്പെക്ട് ചെയ്താ പോയത്. പക്ഷെ ഫുഡ് ഇൻഫെക്ഷൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, വോമിറ്റിങ്, ലൂസ് സ്റ്റൂൾസ് ഒക്കെ. അപ്പൊ അത് വന്നപ്പോ ഭയങ്കരമായിട്ട് ടയേർഡായി. ഒരു ഡ്രിപ്പ് ഇടുക എന്നുള്ളത് അനിവാര്യമായിരുന്നു. പക്ഷെ ഇതേപോലെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ 10,000-15,000, നമ്മുടെ മൊത്തം ബഡ്ജറ്റ് 20,000. ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി അത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ കൂടെയുള്ളവര് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി തന്നു. പിന്നെ കുറച്ച് വിദ്യകളൊക്കെ വെച്ചിട്ട് അതിനെ ഫേസ് ചെയ്തു. ഓക്കെ. ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ അല്ലേ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതല്ലാണ്ട് ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റും? ഫ്രണ്ട്സ് അല്ല ആക്ച്വലി. നമ്മള് ഒന്നെങ്കിൽ ട്രിപ്പിനകത്ത് കാണുന്നവരോ അല്ലെങ്കിൽ ട്രെയിനിന്നോ റാൻഡം പീപ്പിൾ ആണ് കൂടുതൽ ഉണ്ടാവാറ്. ഫ്രണ്ട്സ് ആയിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നത് വളരെ കുറവാണ്. ആണല്ലേ? ഇപ്പൊ ഈ ഒരുപാട് ആളുകൾ കണ്ടു, പരിചയപ്പെടുന്നു, അത് ഈ പറഞ്ഞ പോലെ തന്നെ അവിടുന്ന് സുഹൃത്തുക്കളാവുന്നു, ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഇവരോടൊക്കെ വീണ്ടും കോണ്ടാക്ട് വെക്കാറുണ്ടോ? അവര് വലിയ വള്ളികളൊന്നും അല്ലെങ്കിൽ ലൈഫ് ലോങ് കോണ്ടാക്ട് വെക്കും. ഇതൊന്നും അല്ലാണ്ട്
യാത്രകൾ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഇപ്പൊ ഒരു വില്ലേജിലൊക്കെ എത്തി അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തെത്തി അവിടെ എത്തി ചിലപ്പോ ചില ഫാമിലിയുടെ കൂടെ ആയിരിക്കില്ലേ ഫുഡും സ്റ്റേ ഒക്കെ ചെയ്യാറുണ്ടല്ലോ. ആ സമയത്ത് ആ ഒരു ഫാമിലിനായിട്ട് എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യോ, പിന്നീട് ഭയങ്കര മിസ്സിംഗ് ഫീൽ വന്നിട്ട് വീണ്ടും അവരെ കോണ്ടാക്ട് ചെയ്യോ, അങ്ങനെ വല്ലതും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അറ്റാച്ച്മെന്റ് ഫീലിംഗ് വരാറുണ്ട്, അവരായിട്ടൊരു സ്നേഹമൊക്കെ വരാറുണ്ട്. പക്ഷെ കോണ്ടാക്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യൽ കുറവാണ്. അന്നേരം അവരായിട്ട് ആ ടൈമില്ലേ അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും, എൻജോയ് ചെയ്യും, നല്ല രീതിക്ക് നിൽക്കും. പക്ഷെ പിന്നീട് അവരെ തേടി വരിക, അവരെ കോണ്ടാക്ട് ചെയ്യാന്നുള്ളത് കുറവാണ്. ഞാൻ പൊതുവനെ അറ്റാച്ച്മെന്റ് തീരെ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പൊ അങ്ങനെ അറ്റാച്ച്മെന്റ് വെക്കലില്ല. ഓക്കെ, അതായത് ഇപ്പൊ പലരുടെ കൂടെയും ഈ പറഞ്ഞ യാത്രകൾക്കിടയിൽ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാല്, ഇതൊന്നും അല്ലാണ്ട് ഫസ്റ്റ് ആയിട്ട് ഒരു സോളോ ട്രിപ്പ് പോയത് ഏതായിരുന്നു? അതുപോലെ തന്നെ ആ ഒരു സോളോ ട്രിപ്പിലുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുമല്ലോ, എന്തായിരുന്നു, എവിടെ തുടങ്ങി ഞാൻ, ഏതൊക്കെ വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചു, അതെന്തൊക്കെയായിരുന്നു? എല്ലാവർക്കും സോളോ ട്രിപ്പ് അറിയുമ്പം എന്തോ ഭയങ്കര ഭീകരമായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് വൈബാക്കി പോകുന്നൊരു ട്രിപ്പ് എന്നായിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും മൂഞ്ചി തെറ്റിയിരിക്കുന്ന സമയത്താണ് ഞാൻ എന്റെ സോളോ ട്രിപ്പ് പോകുന്നത്. നമുക്കിപ്പം ഏറ്റവും ഒരു സാഡായ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, അതിന് നമുക്കൊന്ന് റിക്കവർ ആവാൻ വേണ്ടിയിട്ട്. അതായത് എന്റെ ലൈഫിൽ എനിക്ക് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉള്ള ആളായിരുന്നു എന്റെ അച്ഛമ്മ എന്ന് പറയുന്നത്. അച്ഛമ്മ മരിക്കുക, അതേപോലെ കോളേജിൽ 1-2 സപ്ലി, അങ്ങനെ കുറച്ച് ബാഡായിരിക്കുന്ന ഒരു സമയത്താണ് കൗൺസിലിങ്ങിന് പോയി, സൈക്കാട്രിനെ കാണിക്കാൻ പോയി, ആന്റി ഡിപ്രസൻസ് എടുത്തു, വീട്ടുകാരെ കൂടെ കുറെ നിന്ന് നോക്കി, അതിലൊന്നും റെഡി ആയില്ല. അവസാനം ഞാൻ തീരുമാനിക്കുകയാണ് ഒരു യാത്ര പോയി നോക്കാമെന്ന്. അങ്ങനെ പോയ ട്രിപ്പാണ്. സ്വയം തീരുമാനിച്ചതാണത്? എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആവണ്ടേ. അതിന് പോയതോ അല്ല, നീ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ട്രിപ്പ് പോയി വാ, നിന്റെ മൈൻഡ് സെറ്റ് ആവുന്ന ആരെങ്കിലും പറഞ്ഞ സമയത്ത്? ഇല്ല, അന്നൊന്നും ഞാൻ ട്രിപ്പ് പോളിയല്ല. അതായത് അവർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല. അപ്പൊ അന്ന് പോയതാണ് ഒരു സോളോ യാത്ര, സിക്കിമിലേക്കാ പോയത്. പെട്ടെന്ന് മൈൻഡ് തോന്നി സിക്കിം പോവാന്ന്, ഞങ്ങൾ സിക്കിം പോയി. മുന്നേ പെട്ടെന്നാണോ? ഓക്കെ, ഒന്നും നോക്കാണ്ട് ഇന്ത്യയിൽ ഇങ്ങനെ കറക്കി കുത്തി സിക്കിം അങ്ങനെയാണോ? ജസ്റ്റ് ഒന്നും വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. സിക്കിം മൈൻഡിക്ക് വന്നു, അത് പോയി, അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കാം, വൈ സിക്കിം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ടോ? ഇല്ല, എവിടെയെങ്കിലും പോവുക, ഒന്ന് റെഡി ആയിട്ട് വരിക, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥലം കാണുക എന്നുള്ളതല്ല അന്നത്തെ ഉദ്ദേശം. നമുക്കൊരു മൊത്തം മൈൻഡിലുള്ള സാധനങ്ങളെല്ലാം ഫോർമാറ്റ് ചെയ്തിട്ട് പുതിയ കുറെ കാര്യങ്ങൾ തലേക്ക് കയറ്റണം. ആ ഒരു സംഭവത്തിനാ പോയത്. ശരിക്കും ഈ ട്രാവൽ അങ്ങനെയാണോ? അതായത് നമ്മള് പോകുമ്പോൾ പല പ്രശ്നങ്ങളായിട്ടായിരിക്കും ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കാം. ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ നമ്മുടെ മൈൻഡ് ഫുൾ കംപ്ലീറ്റ്ലി അതെല്ലാം ഇറക്കി വെച്ച് നമ്മൾ വേറൊരു ലോകത്തേക്കാണ് പിന്നെ എത്തുന്നത്. ഡിപ്പെൻസ് ആണ് നമ്മൾ എത്രത്തോളം പുറത്തേക്ക് വരാൻ തയ്യാറാവുന്നു എന്നതിനനുസരിച്ചുണ്ടാവും. ഇപ്പൊ ഞാനൊരു പ്രശ്നമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ അതന്നെ പിടിച്ചിരിക്കുകയാണെങ്കിൽ യാത്ര കഴിഞ്ഞ് വന്നാലും ഞാൻ റെഡി ആവാൻ പോകുന്നില്ല. പുതിയ ആൾക്കാരെ കണ്ട് സംസാരിക്കാനും പുതിയ സ്ഥലം കാണാനും മിങ്കിൾ ചെയ്യാനൊക്കെ തയ്യാറായാൽ മാത്രമേ പുതിയ സാധനം കിട്ടുള്ളൂ. എന്നാലേ പഴയത് മാറി തിരിച്ചറിയാൻ പറ്റുള്ളൂ. നമ്മൾ പോയിട്ടും അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ബ്രേക്കപ്പ് ആണെങ്കിൽ അതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. നമ്മുടെ മൈൻഡ് നമ്മൾ കൺട്രോളിലായിരിക്കണം. ഒരു പക്ഷെ കൺട്രോൾ ആവാൻ വേണ്ടി തയ്യാറാവണം, അപ്പോഴേ റെഡി ആവുള്ളൂ. ഇന്റർവെട്ടുകളൊക്കെ സോളോ പോയാൽ കോമഡി ആയിരിക്കും. അപ്പോ യാത്രകളിൽ പല സ്ട്രേഞ്ചേഴ്സിനൊക്കെ കാണുന്നതല്ലേ, ഈ പറഞ്ഞ പോലെ ഭയങ്കര ഡിപ്രഷനൊക്കെ ആയിട്ട് പോകുന്നതല്ലേ. അപ്പോ ആ സമയങ്ങളില് അവരോട് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്, പക്ഷെ ഭയങ്കര സങ്കടമുണ്ട്, എനിക്ക് ഡിപ്രഷനാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണം എന്നുള്ള ഫീൽ വരാറുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ കൂടുതൽ ലിസണറാണ്. ഞാൻ കുറെ എന്റെ വിഷമങ്ങൾ ഒരുപാട് പറയുന്നതിൽ എനിക്ക് തീരെ ഇഷ്ടമില്ല. അവര് പറയുന്നത് ഞാൻ കേൾക്കും, അവരുമായിട്ട് മിങ്കിളാവും. പക്ഷെ എല്ലാവർക്കും ആർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് തന്നെ കുറെ പറയാനുണ്ടാവും. അതുകൊണ്ട് ലിസണറെ കിട്ടാന്ന് പറയുന്ന വലിയ കാര്യം, എല്ലാവർക്കും പറയാനുള്ളത്. ഇപ്പൊ ഞാൻ ട്രെയിനറോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനല്ല സംസാരിക്കുക, അവരിങ്ങനെ അവരെ കഥ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളത് കേൾക്കും, പിന്നെ നമ്മള് മിങ്കിളാവും. നല്ല ഉപദേശം കൊടുത്തിട്ടുണ്ട് ആരെങ്കിലും അടുത്ത്? ഉപദേശിക്കാറില്ല, കേൾക്കും, എന്തെങ്കിലും കാണിക്കട്ടെ. അങ്ങനെ ഇല്ല, ഉപദേശം മൈൻഡ് ഇല്ല, കമ്പനി അടിക്കാന്നുള്ളതാണ്. ആരെങ്കിലും ഇതുപോലെ അവരുടെ ഇമോഷൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷം സങ്കടം വന്നിട്ടുണ്ടോ? എന്തൊരു ലൈഫാലേ, എന്തെങ്കിലും ഒരു സ്റ്റോറി ആണല്ലോ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് തോന്നിയിട്ടുണ്ട്. എന്നെക്കാട്ടിലും അവസ്ഥയുള്ള ആളുകളുടെ കഥ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് ഫാർ ഫാർ ബെറ്റർ ആണ്, നമ്മളൊന്നും ഈ ചെറിയ സില്ലി മാറ്ററിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്തു, അതിൽ ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു വില്ലേജ് ഏതാണ്? ഒരു വില്ലേജ് ആയിട്ട് പറയുന്നില്ല, പക്ഷെ നേപ്പാളിലെ ഗ്രാമങ്ങളാണ് കൂടുതലും മൈൻഡിനെ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഒരു തവണ നേപ്പാൾ, 2 തവണ നേപ്പാളിൽ പോയി. ഞാൻ ഇനിയും നേപ്പാളിൽ പോകുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമാണ് നേപ്പാളിൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ്, വൈ നേപ്പാൾ? ഞാൻ എന്റെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ അമ്മ വീട്ടിലേക്ക് പോകുന്ന പോലെയാണ് നേപ്പാളിക്ക് പോകുന്നുണ്ട്. അതായത് ശരിക്കും ഫീൽ ചെയ്ത് പറയുന്നയാ. നമുക്ക് നമ്മളെ ഏതെങ്കിലും ബന്ധു വീട്ടിലൊക്കെ പോകുന്ന പോലെയാണ് നേപ്പാൾ പോകുമ്പം.
അവര് നമ്മളെ വെൽക്കം രീതി, അതായത് സ്വന്തം കുട്ടീനെ പോലെ, ഇപ്പൊ നിങ്ങളെയാണ് കാണുന്നെങ്കിൽ സ്വന്തം ആൾക്കാരെ പോലെ അവർ ബിഹേവ് ചെയ്യുക. നമുക്ക് ചായ തരും, നമ്മുടെ വീട്ടിലേക്ക് നിർത്തും, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പറയുന്നത് നിർത്തും. അതായത് നമ്മൾ സേഫാണ് നേപ്പാളില്. നമുക്ക് ഒരു പെൺകുട്ടി അവിടെ ഇറങ്ങി നടക്കുകയാണെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് നേപ്പാളികളൊന്നും ഇതുവരെ പണി കിട്ടിയിട്ടില്ല. അവരങ്ങനെയാണ് നമ്മളെ കൊണ്ടു നടക്കുക. ഞാൻ ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പെൺകുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന പറയും നേപ്പാളാണ്. അപ്പൊ അത്രയും കംഫർട്ടബിൾ ആണ്. ഇപ്പൊ ഇന്ത്യയിലെ ഒരു സോളോ നമ്മൾ ആലോചിച്ച് നോക്കി, ഇന്നത്തെ അവസ്ഥയിൽ ഭയങ്കര ബാഡ് ആയിരിക്കും. പക്ഷെ നേപ്പാളില് നിങ്ങളിപ്പോ 1 മാസം 2 മാസം പോയിട്ട് കറങ്ങുകയാണെങ്കിലും ഒന്നും പറ്റൂല. ഇത് ഗ്യാരണ്ടീഡ് ആണ്. അവര് അങ്ങനെയാണ് നമ്മളെന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. നേപ്പാൾ എന്താ അറിയോ, നേപ്പാള് കണ്ടാല് തീരൂല. അതായത് ഇപ്പൊ ഒരു പ്രാവശ്യം പോയി ഒന്ന് എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഒരിക്കലും തീരുന്നില്ല. ഒരുപാട് ട്രക്കിംഗ് ഉണ്ട്. എല്ലാരും വിചാരം നേപ്പാൾ പോയിട്ട് ജസ്റ്റ് കാഠ്മണ്ഡും പൊഖറയും സിറ്റി കണ്ടുവന്നാൽ നേപ്പാൾ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്, മാനസ് ട്രക്കിങ്, ഗ്യാന്ത്രക് വില്ലേജ്, കോരി, പൂൺ ഹില്ല്, ഇങ്ങനെ എന്താ പറയാ തീരാത്ത അത്ര ട്രക്കിംഗ് അവിടെ ഉണ്ട്. ആ സത്യം. എല്ലാരും വിചാരം നേരെ ഞങ്ങൾ നേപ്പാളിൽ പോയി, നേപ്പാളിൽ പോയി എന്താ കാഠ്മണ്ഡും പൊഖറയും കണ്ടിട്ട് വന്നതാ. അങ്ങനെയല്ല, ഇഷ്ടംപോലെ ട്രക്കിംഗ് ഉണ്ട്. ആ ട്രക്കിംഗ് ഒക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറെ കാഴ്ച ഉണ്ട്. ഏത് ഹിമാലയൻ റേഞ്ചസിന്റെ കാഴ്ചകള്. അതൊന്നും സത്യം പറഞ്ഞാൽ നേപ്പാളിൽ പോയ ആൾക്കാർക്ക് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ വൈ നേപ്പാൾ എന്ന് ചോദിച്ചാല് നമ്മൾ പിന്നെയും സെയിം സ്ഥലത്തേക്കല്ല പോകുന്നത്. ആദ്യം ഞാൻ പോയത് അന്നപൂർണ സർക്യൂട്ട് കയറാനാ, പിന്നെ പോയത് എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിങ്ങിനാണ്. ഇനി കോരി ട്രക്കിംഗ് ഉണ്ട്, എവറസ്റ്റ് അന്നപൂർണ ബേസ് ക്യാമ്പ് ഉണ്ട്, മാനസിലുണ്ട്. അതായത് കണ്ടാ തീരുല എന്നുള്ളതാണ് വൈ നേപ്പാൾ എന്നുള്ളതിന്റെ ഉത്തരം. ഈ അന്നപൂർണ ചോദിച്ചപ്പോഴായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സർക്യൂട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. അതാണോ ചോദിക്കുന്നത്? സത്യത്തിൽ ഞാനത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതിന്റെ പകുതിക്ക് വെച്ച് ഗിവ് അപ്പ് ചെയ്ത് പോകുന്നതാണ്. നമ്മള് ലേഡീസിന്റെ ഒരു മെയിൻ പ്രശ്നമാണല്ലോ മാസം പീരീഡ്സ് വരിക എന്നുള്ളത്. മൗണ്ടൈന്റെ പകുതി എത്തിയപ്പോഴാണ് പീരീഡ്സ് വരുന്നത്. അപ്പൊ അത് തീരെ എന്താ ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അന്നത് സർക്യൂട്ട് നിർത്തിയിട്ട് തിരിച്ചു പോന്നു. ഈ സെപ്റ്റംബറിൽ വീണ്ടും ഇറങ്ങുന്നുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യും. ഞങ്ങൾ വീണ്ടും അങ്ങോട്ടേക്ക് പോവാൻ അതൊരു പ്രസ്റ്റീജിയാണ് സർക്യൂട്ട് തീർക്കുക എന്നുള്ളത്. എന്തായാലും പോണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മള് ഇനിയും നമുക്ക് പറയാം, നേപ്പാളിൽ വിസിറ്റ് ചെയ്യേണ്ട കുറച്ച് സ്ഥലങ്ങളിൽ ഇവിടെ പോയില്ലെങ്കിൽ നഷ്ടമാണ് നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ? മലയാളികളുടെ സ്വഭാവം എന്താ വെച്ചാല് മടിയന്മാരാണ്. ഒരിക്കൽ പണിയെടുക്കാതെ സാധനം കാണണം, അത് നടക്കൂല. അതായത് നേപ്പാള് കുറച്ച് ഫിസിക്കും കുറച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പറഞ്ഞ പരിപാടിയാണ്. അതായത് കുറച്ച് കയറി എന്തെങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് കാഴ്ച കിട്ടുകയുള്ളൂ. അപ്പം സജസ്റ്റ് ചെയ്താലും അത് എത്ര പേര് പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മസ്റ്റ് വിസിറ്റ്. ഇപ്പൊ മാനസിൽ ഞാൻ പോയിട്ടില്ല, പക്ഷെ അതിന്റെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു മസ്റ്റ് വിസിറ്റ് സാധനമാണ്. ഡോൾപ്പ് ഞാൻ പോയിട്ടില്ല, ഷേക്ക് ബോക്സ് ഉണ്ടോ ലേക്ക്, അതും മസ്റ്റ് വിസിറ്റ് ആണ്. ഇതൊക്കെ ഞാനിപ്പം പോവാൻ നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ ഞാൻ പോവാഞ്ഞിട്ട് പോലും സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും അടിപൊളി സ്ഥലങ്ങളാണ്. പിന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രക്കിംഗ് ഞാൻ പറയും, പക്ഷെ എത്രത്തോളം ആൾക്കാർക്ക് പോസിബിൾ ആവുമെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ലൈഫിൽ 1 ടൈമെങ്കിലും പാക്കേജ് എടുത്തിട്ടാണെങ്കിലും നിങ്ങൾ അത് ചെയ്യണം എന്നാണ് എന്റെ ഒരു പേഴ്സണൽ സജഷൻ. ഓക്കെ. ഇപ്പൊ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകൾ ഉണ്ടായിരിക്കും. എങ്ങനെയായാലും എനിക്കും ഇത് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരു യാത്രിക എന്ന രീതിയിൽ ഒരുപാട് പേര് ഇപ്പോ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പൊ അവരോട് പറയാണ്, എടാ ഇല്ലെങ്കിൽ മോളെ ഇന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. നേപ്പാളിന്റെ കേസ് അല്ല കേട്ടോ, അല്ലാണ്ട് തന്നെ ഒരു യാത്ര ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണെന്ന് വിചാരിക്കാം. ആ ഒരു സമയത്ത് ഇവിടെ തുടങ്ങുന്നതായിരിക്കും, ഇല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്നൊരു സമയത്ത് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കുക എന്നുള്ളതാണെങ്കിൽ ഏതായിരിക്കും ആ ഒരു സ്ഥലം? ഇപ്പോ നിങ്ങൾ ഈ മൊമെന്റിൽ ഇറങ്ങുക. നിങ്ങൾ ഈ സമയവും കാലൊക്കെ കാത്തുന്ന ഒരിക്കലും ഇറങ്ങാൻ പോകുന്നില്ല. നമ്മൾ ഒരു യാത്ര നടക്കാത്തതിന്റെ മെയിൻ റീസൺ എന്താ അറിയോ? നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പൈസ വന്നിട്ട് അത് ശരിക്കും എക്സ്ക്യൂസ് ആണ്. നമുക്ക് പ്രയോറിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളൊരു യാത്ര പോകാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ പോവാ. പിന്നെ ഇന്ന സ്ഥലത്ത് പോകണം അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ആ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങിയാൽ മതി. എനിക്കതാ പറയാനുള്ളത്. എല്ലാരും പറയും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രാരാബ്ദാണ്, വീട്ടിൽ കുറെ കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഇതൊക്കെ എക്സ്ക്യൂസ് ആയിട്ട് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ യാത്ര പോകണമെന്നുണ്ടെങ്കിൽ ഈ മൊമെന്റിൽ ഇറങ്ങുക, ആ യാത്ര നടക്കും. ഈ ഇന്ന സ്ഥലം എന്നൊന്നും ഞാൻ പറയുന്നില്ല, വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക. ആ ഒരു റിപ്ലൈ നല്ല രസമുണ്ട് പറയുമ്പോ. ഞാൻ വിചാരിച്ചു സാധാരണ പറയാം ഇന്നൊരു സ്ഥലത്ത് പോകണം, ആ സ്ഥലത്ത് തുടങ്ങിക്കോ, അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കാന്നുള്ള റിപ്ലൈ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യാത്ര ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഇന്ന സ്ഥലത്ത് പോയി ആ സ്ഥലം കാണുക, ഇന്ന സ്ഥലമാണ് അടിപൊളി. എല്ലാ സ്ഥലത്തിനും അതിൻ്റെതായ ഒരു രസം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പോയ സ്ഥലത്തിന് വീണ്ടും പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണ് ഞാൻ. ഓരോ യാത്രയും നമ്മൾ പോകുന്ന ആൾക്കാർക്ക് അനുസരിച്ചും എത്തിപ്പെടുന്ന ആ സമയത്തിനനുസരിച്ചും നല്ല മാറ്റം ഉണ്ടാവും. നേപ്പാൾ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം ഏതാ? സിക്കിം തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും സിക്കിം? ഫസ്റ്റ് പോയതുകൊണ്ടാണ്? സോളോ ട്രിപ്പ്? ഇതേപോലെ തന്നെ നേപ്പാളിനെ പോലെ തന്നെ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും സിക്കിമില്.
അതായത് അവിടുത്തെ ആൾക്കാർ നമ്മളെ വെൽക്കം ചെയ്യുന്നതും അവിടുത്തെ ആൾക്കാർ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്. പിന്നെ കാണാനുള്ളതും ലാച്ചിനും ലാച്ചിങ് ഗുരുഡാംഗർ ലേക്ക് ആണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളിയാ. അപ്പം ആ കുറച്ച് കാരണങ്ങൾ കൊണ്ട് സിക്കിമാണ് എന്റെ സെക്കൻഡ് അടിപൊളി സ്ഥലം. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ നമ്മളിപ്പോ ഇന്ത്യയിലായിക്കോട്ടെ, കേരളം വിട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് അങ്ങോട്ട് എഡ്യൂക്കേഷൻ വളരെ കുറവാണെന്നൊക്കെയാ കേട്ടിട്ടുള്ളത്. അപ്പൊ ഒരുപാട് സ്ഥലത്ത് പോയ സ്ഥിതിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇവിടുത്തെ പിള്ളേരൊക്കെ പഠിക്കാണ്ട് വെറുതെ നടക്കുന്നു, കച്ചവടം ചെയ്ത് നടക്കുന്നു, അങ്ങനത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നോർത്ത് ഇന്ത്യ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഭയങ്കര ബാക്ക്വേർഡാ തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ പോലെ ഈ കുട്ടികൾ പഠിക്കാൻ നടക്കുന്ന ആ സംഭവമല്ല, അവരുടെ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ. നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പഠിപ്പ് മാത്രമല്ലല്ലോ, അത് നമുക്ക് നമ്മളെ ബിഹേവിയർ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. നോർത്ത് ഇന്ത്യക്കാരുടെ ഒരു ബിഹേവിയർ, പ്രത്യേകിച്ച് ലേഡീസ് എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്ന ബിഹേവിയർ ഭയങ്കര മോശമാണ്. സീരിയസ്ലി. അതായത് നോർമലി ഉള്ള സ്ത്രീകൾ പോലും നമ്മളോട് സംസാരിക്കുന്നത് ഭയങ്കര റൂഡായിട്ടാണോ? അങ്ങനെയല്ല, ഞാനൊരു ലേഡിയാണല്ലോ, അപ്പം അവര് നമ്മളോട് ബിഹേവ് ചെയ്യുന്ന രീതിയില്ലേ, ആ രീതി വെച്ച് നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യക്കാര് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ഭയങ്കര ബാക്ക്വേർഡാ തോന്നിയിട്ടുണ്ട്. ഞാനത് ആലോചിച്ചത്, അതായത് ലൈക് നമ്മുടെ നാടും മറ്റുള്ള നാടുകളും ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ കൺസെന്റ് എടുക്കുന്ന കാര്യത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, സ്റ്റെയറിങ്, ട്രെയിനിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെയിൻ സാധനം സ്റ്റെയറിങ്. ബിഹാരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കി, അതായത് നമുക്ക് അതന്നെ ഭയങ്കര ഡിസ്കംഫർട്ടബിൾ ആണ്. അപ്പൊ ഇങ്ങനെ നോക്കാൻ പാടില്ല, ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു ബേസിക് നോളജ് പോലും അവർക്കില്ല. ആ രീതിയിൽ എഡ്യൂക്കേഷൻ വൈസ് ബാക്ക്വേർഡ് തോന്നിയിട്ടുണ്ട്. ട്രാവൽ ചെയ്യുമ്പോ കൂട്ടത്തിൽ തന്നെ വ്ലോഗ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഫോണും ക്യാമറയും ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിരിക്കും. പറയുമ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളിതിങ്ങനെ ഫുൾ ടൈം ഇരുന്ന് ഫോണിൽ എടുക്കുന്നു, ക്യാപ്ചർ ചെയ്യുന്നു, അതൊക്കെ അല്ലേ. അതുകൊണ്ട് ഈ വ്ലോഗ് എടുത്ത് നാട്ടുകാരെ കാണിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ ഓരോ സ്ഥലങ്ങളിൽ? ഇല്ല, കാരണം എന്താ വെച്ചാല് ഞാനൊരു ബാലൻസിങ്ങിലാണ് നോക്കല്. അതായത് ഇപ്പൊ ഇന്നൊരു ദിവസം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 50% നമ്മൾ ക്യാമറ യൂസ് ചെയ്തത് ഷൂട്ട് ചെയ്യാന്നുള്ളതും, ബാക്കി ടൈമിൽ അതായത് ഇപ്പൊ ഒരു സ്ഥലത്തെത്തി ഞാൻ ഫസ്റ്റ് ഒക്കെ പെട്ടെന്ന് ഷൂട്ട് ചെയ്താൽ പരിപാടി തീർക്കാന്നുള്ളതാണ്. എന്നിട്ട് ബാക്കി മെജോറിറ്റി ടൈം അവിടെ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അതായത് എന്റെ ലക്ഷ്യം ഇതെല്ലാം ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കുക എന്നുള്ളതല്ല, അത് അവര് കാണണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സെക്കൻഡറി ആയിട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പറയുന്നത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നുള്ളത് തോന്നിയിട്ടില്ല. അതേപോലെ നാട്ടുകാർ കാണേണ്ട ചില കാര്യങ്ങൾ പലപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്തിട്ട് പോലും ഇല്ല, പ്രത്യേകിച്ച് എന്റെ ബാഡ് ഇൻസിഡൻസ്. ആ സമയത്ത് ഞാൻ ശരിക്കും അനുഭവിക്കുകയായിരിക്കും. അന്നേരം ഇത് ഷൂട്ട് ചെയ്ത് കാണിച്ച് റീച്ച് കിട്ടും, പക്ഷേങ്കിൽ അത് എന്റെ മൈൻഡിൽ അപ്പൊ വരാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നുള്ളത് ഇതുവരെ തോന്നുന്നില്ല. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് സാധനം. ബാക്കിയൊക്കെ സെക്കൻഡറി. തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ആ ഒരു ഭയങ്കര അടിപൊളി നെഗറ്റീവ് സൈഡ് മാത്രം കാണിച്ചില്ല എന്ന് പറഞ്ഞു വിഷ്വൽ വീഡിയോയില്? അതല്ലാണ്ട് തന്നെ ചില സമയത്ത് ഇപ്പൊ ഒരു 50-50 പറഞ്ഞില്ലേ, അതിലാ ഒരു 50 ഇയാളുടെ ഈ ക്യാമറ ഒന്നും ഓൺ ആക്കാത്ത സമയത്താണ്, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് വന്നിട്ട് അതെനിക്ക് എടുക്കായിരുന്നു തോന്നിയിട്ടുണ്ട്. നമുക്ക് എവർ സ്പേസ് ക്യാമ്പ് ട്രെക്കിങ് ലാസ്റ്റ് ഒക്കെ ചാർജ് ചെയ്യാന്നുള്ളത് ഭയങ്കര വിഷയമാണ്. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പൊ നമ്മൾ 600-700 കൊടുത്തിട്ട് വേണം ഫോൺ ചാർജ് ചെയ്യാൻ. അതായത് ഇതൊരു ഫുൾ ചാർജ് ആക്കാൻ 700 ഒക്കെ കൊടുക്കണം. അപ്പം ചില സമയങ്ങളിൽ ഫോൺ ഓഫായി പോവും. ആ സമയങ്ങളിലൊക്കെ ആ കാഴ്ച നമ്മൾ കണ്ടിട്ടേ ഉണ്ടാവുള്ളൂ, അതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ സന്തോഷം എന്താ അറിയോ, അറ്റ്ലീസ്റ്റ് നമ്മളത് കണ്ടു. നട്ടരുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ കണ്ടു, ഞാനത് കണ്ടു. അപ്പൊ അത് സെക്കൻഡറി എപ്പോഴും നമുക്ക് പറഞ്ഞെടുക്കാലോ. എന്നാലും വ്ലോഗ് എടുക്കും, മെജോറിറ്റി വ്ലോഗ് എടുക്കും. ചിലതൊക്കെ മിസ് ഔട്ട് ആവും, കുഴപ്പമൊന്നുമില്ല. ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടാണ് ഈ വ്ലോഗ് എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ, അതോ ആ ഒരു സമയത്ത് തന്നെ വേഗം ഡെയിലി അപ്ലോഡ് ചെയ്യുക, അങ്ങനെ കാര്യങ്ങളുണ്ടോ? ആദ്യമൊക്കെ ചെയ്തിരുന്നത് മൊത്തം ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് വീട്ടിലിരുന്ന് ചെയ്യലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ആൾക്കാർക്ക് അപ്ഡേഷൻ ആണ് ഇഷ്ടം. അതായത് അപ്പപ്പ നടക്കുന്നത് അപ്പപ്പ അറിയാനാണ് അവർക്ക് ഇഷ്ടം. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ എന്നെ പുഷ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡെയിലി വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്പൊ തന്നെ ഇടാൻ നോക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ട്രിപ്പിലൊക്കെ അങ്ങനെയാ ചെയ്ത്, അന്നു തന്നെ ഇടുമായിരുന്നു. അതാവുമ്പം കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണല്ലോ കാണുന്നവർക്കും. മറ്റേത് നിങ്ങൾ ഇപ്പൊ ഇവിടെയാണോ ചേച്ചി ചോദിക്കുമ്പോ ഞാൻ അവിടെ അല്ലേ, ഞാൻ വീട്ടിലായിരിക്കും ഉണ്ടാവുക. വീഡിയോ ഇടുമ്പോ ഞാൻ വീട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അതൊക്കെ മാറ്റി ഇപ്പൊ ഞാൻ ലൈവ് അപ്ഡേറ്റ് കൊടുക്കാറുണ്ട്. അതായത് ഇപ്പോ
വീഡിയോ അങ്ങനെ ഇടുമല്ലോ, ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് ആരെങ്കിലും പറയാ ചേച്ചി ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് പോണേ, അങ്ങനെ വല്ല മെസ്സേജും? ഇപ്പൊ ഞാൻ നേപ്പാളിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ ഇപ്പൊ ആരെങ്കിലും സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യും. റീലൊക്കെ അയച്ചിരും. നേപ്പാൾ പോകണ്ടെങ്കിൽ കോരിയൊക്കെ പോയിട്ട് വരണം അടിപൊളിയാന്ന് പറയുകയാണെങ്കിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യും. അല്ലാതെ എന്റെ മൊത്തം മെയിൻ ട്രിപ്പിന്റെ പ്ലാൻ ഒരിക്കലും ഞാൻ വേറെ സജഷൻസ് എടുക്കലില്ല. എന്റെ പ്ലാനാണ്. ഇപ്പൊ ഞാൻ ഇപ്പത്തെ എന്റെ ഒരു മൂഡ് ഇപ്പൊ ട്രക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ട്രക്കിംഗ് എടുക്കുക. ഇപ്പൊ വേറെ എന്തെങ്കിലും മൂഡിലാണെങ്കിൽ ചിലപ്പം അതായിരിക്കും ചൂസ് ചെയ്യാം. അതായത് ഓരോ സ്ഥലത്തിനും ഓരോ വൈബാണല്ലോ. ബാലിക്ക് ബീച്ച് മൂഡായിരിക്കും, നേപ്പാളിന് മൗണ്ടൻ മൂഡായിരിക്കും. നമ്മളെ ഇപ്പത്തെ വൈബ് അനുസരിച്ചായിരിക്കും നമ്മള് സ്ഥലം എടുക്കുക എന്നുള്ളത്. ആരെങ്കിലും പറഞ്ഞിട്ട് എടുക്കുക എന്നുള്ളതല്ല. ട്രാവൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മൗണ്ടെയിൻ അങ്ങനത്തെ സ്ഥലങ്ങളാണോ ഏറ്റവും ഇഷ്ടം? മൗണ്ടെയിൻസ്, വാട്ടർഫോൾസ്, അതായത് കുറച്ച് നാച്ചുറൽ തിങ്സ്. സിറ്റി മൂഡ് ഭയങ്കര കുറവാ, വലിയ താല്പര്യമില്ല. മൂഡ് അങ്ങനെയൊന്നുമില്ല. ബീച്ചും ലെസ് പ്രയോറിറ്റൈസ്ഡ് ആണ്. കൂടുതൽ ഇഷ്ടം മൗണ്ടെയിൻസ്, ട്രക്കിങ്, വെള്ളച്ചാട്ടങ്ങള്, ഇതൊക്കെയാണ് കുറച്ചധികം. അണ്ടർ വാട്ടർ എക്സ്പീരിയൻസ് നീന്താൻ അറിയില്ല, നീന്താൻ അറിയില്ല, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാൻ ഇഷ്ടാ. അങ്ങനെയല്ല, ലക്ഷദ്വീപ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം അവിടെ പോകുന്നത് മെയിനായിട്ട് അവിടെ പോകുന്നത് എന്തിനാ? സ്കൂബ ഡൈവിങ് ചെയ്യാനും അതേപോലെ സ്നോർക്കലിംഗ് ചെയ്യാനാണ്. അവിടെ അത് പോയിട്ട് ചെയ്തില്ല പറഞ്ഞാല് വെറുതെ പിന്നെ പോയത് ലക്ഷദ്വീപില്. അപ്പൊ നീന്താൻ അറിയില്ലെങ്കിലും ഞാനും അച്ഛനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിട്ട്. ഫാമിലി ട്രിപ്പ് ആയിരുന്നോ? ഫാമിലി ട്രിപ്പ് ആയിരുന്നു. അതായത് അച്ഛനെയും അമ്മേനെയും അമ്പലല്ലാത്ത എവിടെയെങ്കിലും ഒന്ന് കാണിക്കണം. ഒരു അമ്പലം മാത്രം പോവാ. എനിക്ക് തോന്നിയത് സാധാരണ നമ്മുടെ ആ ഒരു ഏരിയയിൽ അധികം ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും പോവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടാവും അമ്പലങ്ങളിലായിരിക്കും. ഫാമിലി ട്രിപ്പ് എവിടെ പോയി ചോദിച്ചാൽ നമ്മൾ പറയും ആ അമ്പലത്തിലെ പോയെ, ഈ അമ്പലത്തിലെ പോയെ എന്ന് പറയും. ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, ഫാമിലിയുടെ കൂടെ ഏറ്റവും എൻജോയ് ചെയ്തൊരു ട്രിപ്പ് ഏതാന്നുള്ളത്. ലക്ഷദ്വീപ് യാത്രയാണ്. അതും എനിക്ക് അവരെ തന്നെ നോക്കണം എന്ന് അത്രയും കൺസേൺ ഉണ്ടായതുകൊണ്ട് ഞാനും അച്ഛനും അമ്മയും മൂന്നാളേ ഉള്ളൂ, വേറെ ആരുമില്ല, ഫ്രണ്ട്സ് പോലും ഇല്ല. അപ്പം ഞങ്ങള് എന്ത് ചെയ്യണം, അത് ഫുൾ വൈബാക്കണം. അത് അങ്ങനെ തന്നെ വൈബാക്കുകയും ചെയ്തു. അമ്മയ്ക്ക് നീന്താൻ തന്നെ അമ്മ ഇറങ്ങിയില്ല, പക്ഷെ ഞാനും അച്ഛനും ഫുൾ ഇറങ്ങിയിരുന്നു. ആ ട്രിപ്പ് കഴിഞ്ഞപ്പോ എന്തായിരുന്നു അച്ഛനമ്മ പറഞ്ഞിരുന്നത്? മോളെ അടിപൊളിയായിരുന്നു, നീ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചത് നന്നായി, അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ മെയിനായി. കാരണം എന്താ വെച്ചാൽ നാട്ടിലെല്ലാരും വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവര് പിന്നെ പരിപാടിക്ക് പോകുമ്പോ പറയും ലക്ഷദ്വീപൊക്കെ പോയില്ലേ, പോയി വന്നില്ലേ. അപ്പോ ഒരു വലിയ മെയിനായി അച്ഛനാ പോയി. അതായത് മക്കള് പാരന്റ്സിനെ ട്രിപ്പ് കൊണ്ടുവന്നിരുന്നത് വലിയ കാര്യമാണ്. അത് കൊണ്ടുപോയതിനു ശേഷം നാട്ടുകാർ പറയുമ്പോഴാണ് അവർക്ക് അതൊന്നും കൂടെ ഹൈപ്പായിട്ട് ഫീൽ ചെയ്യുക. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക് ഭയങ്കര പ്രൗഡ് മൊമെന്റ്. എന്നോട് അങ്ങനെ ഡയറക്റ്റ് പറയൊന്നുമില്ല, പക്ഷെ എനിക്കറിയാം ഇതിന്റെ ഇങ്ങനെ പരിപാടിക്ക് പോയിരുന്നു. അപ്പനോട് പറഞ്ഞു എപ്പോഴാ ലക്ഷദ്വീപ് വന്ന് അടിപൊളിയായില്ലേ എന്നൊക്കെ. അപ്പൊ അത് ശരിക്കും ഫെൽറ്റാണ് ഭയങ്കര. അതായത് അവര് അത്രയും എൻജോയ് ചെയ്യുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നതാണ്. ലക്ഷദ്വീപിലെ കാഴ്ചകൾ എങ്ങനെയായിരുന്നു? നമ്മൾ ഈ മൂവിയിലൊക്കെ കാണുന്ന പോലെയാണ്? ഭയങ്കര ബ്യൂട്ടിഫുൾ ആണോ അവിടെ? കുറച്ച് പേരല്ലേ, ചെറിയൊരു ദ്വീപല്ലേ? അതെ. അപ്പൊ അതുപോലെ തന്നെ അവിടെ ഭയങ്കര വലിയ പ്രശ്നങ്ങളൊന്നും, പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലാത്തൊരു ദ്വീപാണ് ലക്ഷദ്വീപ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് പോയപ്പോ ആളുകളും അവിടുത്തെ ഒരു കൾച്ചറും അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? കേരളം വെച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപ് ഭയങ്കര സമാധാനമാണ്, ഭയങ്കര സൗകര്യമാണ്. അവർക്ക് ഒരിക്കലും കേരളത്തിൽ വന്ന് താമസിക്കാൻ താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ അടിപിടിയില്ല, ആക്സിഡന്റ് ഇല്ല, കച്ചറകളില്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലാവരും. അപ്പം അവരുടെ ആ നേച്ചർ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടാവും. അവിടെ പോയാലും ഭയങ്കര കംഫർട്ടബിളാ, ഭയങ്കര പീസാണ്. പിന്നെ അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഈ കാഴ്ചകള്, അതായത് കടൽ കാഴ്ചകള്. സ്കൂബ ഡൈവിംഗ് ആണെങ്കിലും സ്നോർക്കലിംഗ് ആണെങ്കിലും ഒക്കെ അണ്ടർ വാട്ടർ കാഴ്ചകൾ ഉണ്ടല്ലോ. പവിഴപ്പുറ്റാവട്ടെ, മീനാവട്ടെ, നമ്മൾ എന്തായാലും ലൈഫിൽ കാണേണ്ട ഒരു സാധനമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ഒക്കെ മൂവീസിലൊക്കെ കാണുന്നതുകൊണ്ട് അവിടുത്തെ ആ വെള്ളമൊക്കെ കാണാൻ തന്നെ എന്ത് രസം, ഭയങ്കര ക്ലിയർ അല്ലേ? അടിപൊളി പോകുമ്പോൾ ഭയങ്കര രസം. അറിയോ? നീന്തറിയില്ല, പക്ഷെ എനിക്ക് ഇഷ്ടാ. ഈ പറഞ്ഞ പോലെ നീന്താനൊന്നും അറിയില്ലെങ്കിലും എനിക്ക് വെള്ളം പേടിയാണ്, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ആ പേടിയൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ആ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പം അതങ്ങോട്ട് കണ്ടു കഴിയുമ്പം നമുക്ക് നമ്മളോട് തന്നെ ഭയങ്കര മതിപ്പ് തോന്നും. ആ ഇറങ്ങിയത് ഭയങ്കര വെർത്താന്ന് തോന്നും. അത്രയും രസമാണ് ആ താഴെ ഫുള്ള് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ എത്ര വിഷ്വൽസ് കാണിച്ചാലും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് നമുക്കത് കാണുന്നെ വേണം. കയാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്? കയാക്കിംഗ് ചെയ്തിട്ടുണ്ട്. കയാക്കിംഗ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തന്നെ തുഴഞ്ഞു പോകുന്നതല്ലേ, അതിൽ ഭയങ്കര ഒരു കുഴപ്പമൊന്നുമില്ല. അത് ഒരു നോർമൽ സാധനം ആണല്ലേ. എന്തുകൊണ്ടാന്ന് അറിയില്ല, ഞാൻ പറഞ്ഞില്ല, കുറെ മൂവീസ് കണ്ടതുകൊണ്ടായിരിക്കും ലക്ഷദ്വീപ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം. പക്ഷെ അവിടെ നീന്താറില്ല തോന്നുമ്പോ ഇങ്ങനെ അയക്കി ചാടാനൊരു നല്ലൊരു പേടി തോന്നും. അതുപോലെ അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയായിരുന്നു? ഫുള്ള് ചൂര, മറ്റേ ചൂര, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ അവിടെ കിട്ടില്ലേ? ഫ്രഷ് മീന് കിട്ടും, പക്ഷെ 3 നേരം ചൂര കഴിച്ചിട്ട് മടുത്തു. ചൂര മാത്രമേ ലക്ഷദ്വീപിൽ, അതാണ് അവരെ മെയിന്, ചൂര.
അല്ലാതെ നമ്മളിവിടെ മത്തി ചൂര അതൊന്നും കിട്ടില്ല. കട്ട്ലറ്റ്, ചൂര സമൂസ, ചൂര റോളി, ഉച്ചക്ക് ചൂരക്കറി, രാവിലെ ചൂരക്കറി, ഫുൾ ടൈം ചൂര. അവരെ മെയിൻ ചൂരയാണ്, അവർക്ക് ഈസിലി കിട്ടുന്ന സാധനമാണല്ലോ ചൂര. അവർക്കതാണ് ഇഷ്ടം, അവർക്കല്ലാതെ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് മടുക്കും. അപ്പൊ അവിടെ മത്തിയൊന്നും കിട്ടൂല? ഇല്ല. ഈശ്വരാ പെടുമല്ലോ. അത് നമ്മുടെ ഈ നാട്ടിൽ കിട്ടണ എല്ലാ മീൻ അവിടെ കിട്ടില്ല. ഇല്ല, അത് അവർക്ക് കിട്ടാഞ്ഞിട്ട് അവര് പിടിക്കാഞ്ഞിട്ടാണ്. അവർക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനം ചൂരയാണ്. അതേപോലെ കുറച്ച് ബഡ്ജറ്റ് കുറഞ്ഞതും അതാണ്. അതുകൊണ്ട് എങ്ങനെയുണ്ട് ചൂര കട്ട്ലേറ്റ് ഒക്കെ? നമുക്കിങ്ങനെ 1-2 നേരമൊക്കെ കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മടുക്കും. എനിക്കും മടുത്തിരുന്നു. അവിടെ എത്ര ദിവസം ഉണ്ടായിരുന്നു ലക്ഷദ്വീപിൽ? ഒരു 5-6 ദിവസം. 5-6 ദിവസം ചൂര തന്നെ കഴിക്കേണ്ടി. പക്ഷെ അച്ഛനൊക്കെ ഭയങ്കര വൈദ്യായിരുന്നു. ഫ്രഷ് മീനായിട്ട് 3 നേരം ചൂര ഇങ്ങനെ അടിച്ചു കയറ്റുന്നുണ്ടായിരുന്നു. അച്ഛ ഇതെന്താ ചൂരയല്ലേ, എന്തായാലും അച്ഛൻ മീനിന്റെ ആളാ. അപ്പം എല്ലാവർക്കും നമുക്ക് മടുക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്കും മടുത്തിരുന്നു. അവിടെ ചിക്കനൊക്കെ കിട്ടുമോ? റയറായിട്ട്, ലൈക്ക് ഉണ്ട്, ഇല്ലാന്നല്ല, പക്ഷെ കുറവാ. അവിടെ റേറ്റ് ഉണ്ടോ ഫുഡിന്? അവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്? അഫോർഡബിൾ ആണ്. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ലക്ഷദ്വീപിൽ അധികം ഇങ്ങനെ ഹോട്ടലൊന്നും ആയിരിക്കില്ല, ചിലപ്പോ വീട്ടിൽ നിന്നൊക്കെ ഫുഡ് കിട്ടും. വീട്ടിൽ ഫുഡ് കിട്ടും. വീട്ടുകാർ നന്നായിട്ട് വെക്കും. വീട്ടിൽ ഉണ്ടാക്കുന്ന നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീട്ടുകാര്. എന്നിട്ട് നമുക്ക് ബിരിയാണി, പിന്നെ അവരുടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പേര് ഞാൻ മറന്നു, പക്ഷെ അടിപൊളിയായിരുന്നു. ഓക്കെ. ഞാന് മുന്നേ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു പ്ലാനും ഇല്ലാണ്ട് ട്രിപ്പ് പോകും, അങ്ങനെ ക്വിക്കായിട്ടൊക്കെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ അതല്ലാണ്ട് പ്ലാൻഡ് ആയിട്ട് പോയിട്ടുള്ള ട്രിപ്പ് ഏതാ? ജെനുവിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാം അൺപ്ലാൻഡ് ആയിട്ട് തന്നെയാ പോയത്. ഒരു പ്ലാനും ഇല്ലാണ്ട് ട്രിപ്പ് പോകാൻ പറ്റുമോ നമുക്ക്? പോവാലോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് പിന്നെ ഓരോന്നോരോന്ന് നോക്കുക. ആകെ ട്രെയിൻ ടിക്കറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടാവുള്ളൂ. ബാക്കിയല്ല, ഇപ്പൊ എന്തോരം കാര്യങ്ങളുണ്ട്. യൂട്യൂബ് നോക്കാം, ഗൂഗിള് നോക്കാം, ചാറ്റ് എല്ലാം ഉണ്ടല്ലോ. സാധാരണക്ക് നമ്മളാണെങ്കിൽ ഒരു സ്ഥലത്ത് പോകണമെന്ന് ഒരാഴ്ച മുന്നേ തുടങ്ങും. ഈ സാധനങ്ങൾ അതാക്കണം, ഇതാക്കണം, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഒരു ടെൻഷനേ ഇല്ല. ഇല്ലാത്ത സാധനങ്ങൾ പിന്നെ ഓൺ ദ വേ വാങ്ങിക്കും. എല്ലാം കൊണ്ടൊന്നും പോവില്ല, വീട്ടിൽ നിന്ന് അത്യാവശ്യമുള്ള സാധനം മാത്രമേ എടുത്തിട്ട് ബാക്ക് പാക്ക് ചെയ്തിട്ട് ഇറങ്ങും. ട്രെയിൻ ടിക്കറ്റ് മാത്രം എടുത്തിട്ടുണ്ടാവും. എന്നാൽ തന്നെ ഞാൻ ആകെ കൺഫേംഡ് ആയിട്ട് ഒരാഴ്ച പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൺഫേം, ട്രെയിൻ ടിക്കറ്റ് കൺഫേം അല്ലാതെ പോവാ. എന്നിട്ട് പിന്നെ ഓൺ ദ വേ നോക്കും. ഇപ്പൊ നേപ്പാളിലേക്കാണെങ്കിൽ നേപ്പാളിലേക്ക് പോയിട്ട് അവിടെ എത്തിയിട്ട് നോക്കും ഇനി എങ്ങോട്ടാ പോകേണ്ടത് എന്നുള്ളത്. എന്നിട്ട് ബാക്കി പോവും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ അമ്മ എപ്പോഴെങ്കിലും വല്ല അച്ചാറൊക്കെ എടുത്തുന്നിട്ട് മോളെ ഇത് വെച്ചോ അങ്ങനെ പറഞ്ഞ വല്ലതും തന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ. ഇതിന് മുന്നേ പോയപ്പോ ചായപ്പൊടി, പഞ്ചസാര, മുളക് പൊടി, എല്ലാ പൊടികളും ഒക്കെ വെളിച്ചെണ്ണ എല്ലാം അമ്മ തന്നെ ആക്കി തന്നിട്ടുള്ളത്. കുക്ക് ചെയ്യുന്നേ അല്ല, അപ്പൊ അവിടുന്ന് വരുമ്പോ അതേപോലെ അവിടുത്തെ ഐറ്റംസും കൂടെ കൊണ്ടുവരുമോ? ചായപ്പൊടി, പഞ്ചസാരയൊക്കെ ഇട്ട് അവിടുത്തെ കൂടെ കൊണ്ടുവരുമോ? ഇല്ല, അതില്ല. ഞാൻ ഒന്നും വാങ്ങി കൊണ്ടുവരാറില്ല. ഞാനത് ശീലിപ്പിച്ചിട്ടില്ല. അതെനിക്കൊരു തലവേദനയായിരിക്കും. സാധാരണ നമ്മൾ പുറത്തൊക്കെ സ്ഥലത്തൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ അവിടെ ഉള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ ഐറ്റംസ് വീട്ടിലോട്ട് കൊണ്ടുവരുമല്ലോ. ഇല്ല, ഞാൻ ജസ്റ്റ് അമ്മേനെ വിളിക്കും. അമ്മേനെ വിളിച്ചിട്ട് ചോദിക്കും എന്തെങ്കിലും വാങ്ങണോന്ന്. അപ്പൊ അമ്മ എന്തെങ്കിലും പറയും. ആകെ അമ്മയ്ക്ക് മാത്രമേ ആ കാര്യത്തിൽ പ്രയോറിറ്റി ഉള്ളൂ. അമ്മ എന്തെങ്കിലും ഒരു ഷോളോ ബാഗോ ഈ ലേഡീസിന്റെ സാധാ സാധനങ്ങൾ ഉണ്ടല്ലോ, അങ്ങനെ പറയും, അത് അമ്മയ്ക്ക് വാങ്ങി കൊണ്ടു കൊടുക്കും. വേറെ ഒന്നും ആർക്കും വാങ്ങാറില്ല, ആ ശീലം ഇല്ല. പോയ സ്ഥലങ്ങളിൽ ഏറ്റവും ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു ഒരു സിറ്റി ഏതാ? ഡൽഹി. ഞാൻ കേട്ടിട്ടുണ്ട് ഡൽഹി ഭയങ്കര ചീപ്പായിട്ടൊക്കെ കുറെ മാർക്കറ്റുകൾ ഉണ്ട്. ഡ്രസ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും. ഇപ്പൊ നമ്മുടെ മെയിൻ ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഡൽഹിക്ക് പോവാ, എന്നിട്ട് അവിടുത്തെ മാർക്കറ്റിൽ ഇറങ്ങി അത്യാവശ്യം ഷോപ്പ് ചെയ്തിട്ട് വേറെ മെയിൻ ട്രിപ്പ് എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയാൽ മതി. കുറെ സരോജിനി മാർക്കറ്റ്, കുറെ മാർക്കറ്റുകൾ ഉണ്ട്. ഫുഡ് ആണെങ്കിൽ അതെ, എല്ലാ ഫുഡും ഡൽഹി അവൈലബിൾ ആണ്. ഷോപ്പ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യാം ഡൽഹി ആയിരിക്കും. യാത്രയില് ഏറ്റവും കൂടുതൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയത് ഏത് യാത്രയിലായിരുന്നു? നല്ലൊരു സുഹൃത്ത് അങ്ങനെ ചോദിച്ചാല് എല്ലാ യാത്രയിലും പോയവരും ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ എങ്കിൽ ഇതിന് മുന്നേ 2 ട്രിപ്പ് ഞാൻ ഒരാളുടെ കൂടെ ഒരുമിച്ച് പോയത്. അഫ്നാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ വീഡിയോസും അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു കോംബോ. എനിക്ക് തോന്നുന്നു യാത്ര കാരണം ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് തോന്നിയുള്ളത് അഫ്നാനെയാണ്. അഫ്നാന്റെ കൂടെ ട്രിപ്പ് പോയി 2 തവണ പോയി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ വേറെ ആരുടെ കൂടി പിന്നീട് ഒരു ട്രിപ്പ് പോകാനുള്ള സാഹചര്യം ഉണ്ടാവാറില്ലേ? അത് തോന്നിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അവർക്ക് നമ്മളെ കൂടെ പോരാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ഇപ്രാവശ്യം അവർക്ക് പോരാൻ പറ്റി. ഇപ്പൊ ഞാൻ പെട്ടെന്ന് 2 ദിവസം മുന്നേക്ക് ആയിരിക്കും പറയണ്ടാവുക എടാ ഞാൻ പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ അവരുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ചിലപ്പോ അവർക്ക് എന്നെ പോലെ ഇട്ടറിഞ്ഞങ്ങ് പോരാൻ പറ്റിക്കൊള്ളുന്നില്ല. പോരാൻ പറ്റുന്നവര് പോരും. അതുകൊണ്ട് തന്നെ ഞാൻ ആ രീതിയിൽ പ്ലാൻ ചെയ്യാറില്ല. ഇയാളെ കൂടെ തന്നെ പിന്നെയും പോണെന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ആരാണോ കിട്ടുന്നത് അവരെ കൂടെ ഇറങ്ങും. അല്ലാതെ ഇങ്ങനെ വ്യക്തികൾക്ക് അങ്ങനെ ഇന്ന വ്യക്തി ഉണ്ടെങ്കിൽ എനിക്ക് നല്ല അടിപൊളിയായിരിക്കും ഫീൽ ഒന്നുമില്ല. ഡിപ്പെൻഡൻസി ഇതാക്കാറില്ല. ആളുകൾക്ക് അത് പറ്റുന്ന പരിപാടി അല്ലല്ലേ? എന്താ വെച്ചാല് തുടങ്ങുന്ന ടൈമില് ഗോവ പോകാൻ വേണ്ടിട്ട് ഞാൻ 2 പേരെ കാത്തിരുന്നിട്ടില്ല. വേറൊരു കാര്യം ഉണ്ടായില്ല. അതായത്
അവര് വന്നില്ല. അവര് രണ്ടുപേരും പിന്നെ കല്യാണം കഴിച്ചു പോയി. അപ്പൊ ഗോവൻ ട്രിപ്പ് നടന്നില്ല. അതേപോലെ വേറെ രണ്ടുപേരെ ഞാൻ കാശ്മീർ വേണ്ടി കാത്തിരുന്നു. അതിങ്ങനെ നീണ്ടു പോയെന്നല്ലാതെ അത് നടന്നില്ല. അത് നമ്മുടെ ആൾക്കാരെ കാത്തിരുന്നാല് എനിക്ക് തോന്നുന്നു അത് നടക്കില്ല. അതുകൊണ്ട് നമ്മള് യാത്രക്ക് ഇറങ്ങുമ്പോ അപ്പാരെ കിട്ടുന്ന വെച്ചാൽ അവര് കൂടെ പോവാ. യാത്ര ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തു. വ്യക്തിക്കുള്ള പ്രയോറിറ്റി ഞാൻ കുറച്ചു. ഗോവയിൽ പോയിട്ട് പോയിട്ടില്ല, അതുവരെ പോയിട്ടില്ല. അവര് ഗോവയിൽ പോയില്ല. അവര് പോയെന്ന് ഒറ്റയ്ക്ക് ഇല്ല, അവര് കല്യാണം കഴിച്ചു പോയി. എന്താ അവര് കല്യാണമായിട്ട് കപ്പിൾസ് ആയിട്ട് പോയിട്ടുണ്ടാവും മേ ബി. ഇല്ല, അത് അവർക്ക് പ്രാരബ്ധായി. അതാണ് ഞാൻ കല്യാണം കഴിക്കാത്തത്. ഞാനും. ഓക്കെ, ഇനി ഗോവയിൽ പോകാൻ എപ്പോഴാ പ്ലാന്? അതിന് പറ്റിയ കമ്പനിക്കാരെ കിട്ടണം. അതായത് ഗോവ പറഞ്ഞാൽ കുറച്ച് ബീച്ച് ചെയ്യാനുള്ള കുറച്ച് ചില്ല് വൈബല്ലേ. അപ്പൊ അതിന് പറ്റിയ ആൾക്കാരെ കിട്ടിയാൽ മാത്രമേ ഗോവ പോയിട്ട് കാര്യമുള്ളൂ. അല്ല വെറുതെ പോയിരുന്നൊരു കാര്യമില്ലല്ലോ. ഈ ട്രിപ്പിലാണെങ്കിലും പല പല കോസ്റ്റ്യൂം ഒക്കെ വേണ്ടി വരാറില്ലേ? ഇപ്പോ എല്ലാ കോസ്റ്റ്യൂമും നമുക്ക് എല്ലാ സ്ഥലത്തേക്കും സ്യൂട്ടബിൾ ആയിരിക്കോ? അങ്ങനെ വല്ല ബുദ്ധിമുട്ടും തോന്നിയിട്ടുണ്ട്? ചിലപ്പോ ഇന്ന ഡ്രസ്സ് എടുക്കാത്തത് കൊണ്ടുള്ള, പെട്ടെന്നാണല്ലോ പ്ലാനിങ് എന്ന് പറഞ്ഞ യാത്രയില്, അപ്പൊ ആ ഒരു ഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും, അങ്ങനെ എന്തെങ്കിലും? ബുദ്ധിമുട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ എന്റെ ബാലി ട്രിപ്പിലൊക്കെ എന്റെ കോസ്റ്റ്യൂം ഒക്കെ വൻ അബദ്ധാണ്. അതായത് ബാലി എന്ന് പറയുമ്പോ കുറച്ച് നല്ല ഒരു ഫ്രോക്ക് ടൈപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഇട്ട് രസാക്കേണ്ട ഒരു സ്ഥലമാണ്. ബീച്ച് മൂടല്ലേ. പക്ഷെ എന്റെ ഡ്രസ്സൊക്കെ ഭയങ്കര അതുമായിട്ട് തീരെ യോജിക്കാത്ത ഡ്രസ്സിങ് ആയിരുന്നു. അതിപ്പോ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊട്ടും സ്യൂട്ടബിൾ അല്ല എന്നുള്ളത്. അത് മാറ്റാമായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നി. പക്ഷെ ഞാൻ അന്ന് ജസ്റ്റ് സഡൻ ട്രിപ്പ് ആയതുകൊണ്ട് ജസ്റ്റ് കാഷ്വലായ കുറച്ച് ടീഷർട്ടും ഷർട്ടൊക്കെ എടുത്താ പോയത്. പക്ഷെ അത് ആ മൂഡിന് ഒട്ടും മാച്ച് ആയിരുന്നില്ല. അതുകൊണ്ട് ആ വീഡിയോ കാണുമ്പോ എനിക്ക് ആ ഒരു വൈബ് കിട്ടുന്നില്ല. അത് മാത്രം തോന്നി. ബാലിയില് ഏതൊക്കെ സ്ഥലം ഭയങ്കര ഇപ്പോഴും ഭയങ്കരമായിട്ട് മെമ്മറബിൾ ആയിട്ട് ഇപ്പോഴും മൈൻഡിലുള്ള ഒരു സ്ഥലങ്ങള്? ബാലിയിൽ തന്നെ പിന്നെ ഒരു ഐലാൻഡ് ഉണ്ട്, ന്യൂസ പെനിഡ എന്ന് പറഞ്ഞിട്ട്. അത് അടിപൊളിയാ. അവിടെ കുറേ ബീച്ച് ഉണ്ട്, 1-2 ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പം ബാലി പോവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് ന്യൂസ പെനിഡ പോണം. അത് സൂപ്പറാ. നമ്മൾ വീട്ടിൽ നിന്ന് കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ പല സ്ഥലത്തു നിന്നും ഈ ഒരു സൺസെറ്റും സൺറൈസും ഒക്കെ കാണുന്നത്. ഏറ്റവും അടിപൊളിയായിട്ട് കണ്ടിട്ടുള്ളൊരു സൺറൈസും സൺസെറ്റും എവിടെയായിരുന്നു? അങ്ങനെയൊന്ന് സത്യമാനം പറയാൻ എനിക്കില്ല. ഇല്ലേ? സൺറൈസ് സൺസെറ്റ് ആയിട്ട് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് പോയിട്ടില്ല. ഈ സൺറൈസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ല? ലൈക്ക് ആ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കാണാൻ വേണ്ടി. സംഭവം ശരിയാണ്. പക്ഷെ ജെന്യൂനായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ല എന്റെ ഇല്ല. എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ സൺറൈസ് കണ്ടിട്ടുണ്ടോ? അതായത് അതിനായിട്ട് പോകണം. സൺറൈസ് ഒക്കെ വന്ന് ഓക്കെ ഇത് പറയാം. ജാവ പോയപ്പോ ഈജനിൽ പോയ സമയത്ത്, ഈജനിൽ നമ്മൾ ട്രക്കിംഗ് അങ്ങനെ പൊളിച്ച് 4:30 തുടങ്ങുക. അത് ട്രക്കിംഗ് കഴിയുമ്പോഴേക്കും ആ 6 മണി 6:30 ഒരു സൺറൈസ് ഉണ്ട്. എനിക്ക് കൂട്ടത്തില് അടിപൊളിയും തോന്നി അതാണ്. പക്ഷെ ഞാൻ പറയുന്നില്ല ബെസ്റ്റ് സൺറൈസ് അതാണല്ലോ, കാരണം ഞാൻ കുറെ കണ്ടിട്ടില്ല. അത് അടിപൊളിയായിരുന്നു. ആണല്ലേ? കുളുക്കുമലയൊക്കെ കേട്ടിട്ടുള്ള ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാന് മീശപ്പുലിമല നല്ല എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഞാൻ നിങ്ങളുടെ അത്രയൊന്നും പോയില്ലെങ്കിലും ഞാൻ ആകെ പോയുള്ള കുറച്ച് സ്ഥലങ്ങൾ അതിലൊന്നാണ് മീശപ്പുലിമലയില്. മൂവിലൊക്കെ പറയാറില്ലേ മീശപ്പുലിമലയില് മഞ്ഞ് വീണ ആ ഒരു ഡയലോഗിൽ ദുൽഖറിന്റെ, അതുപോലെ നല്ല ജീപ്പൊക്കെ കയറി ഗൈഡൻസ് വേണ്ടേ? ഉണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് തന്നെ അത്. അതായത് ജീപ്പ് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മള് ട്രക്ക് ചെയ്ത് പോണം. ഞാനൊക്കെ വല്ല വള്ളിയൊക്കെ പിടിച്ചിട്ട് തൂങ്ങിയൊക്കെ കഷ്ടപ്പെട്ട കയറി മുകളിലൊക്കെ എത്തിയത്. എല്ലാം കഴിഞ്ഞാൽ മുകളിലോടെ ഇങ്ങനെ എത്തിക്കഴിയുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. ആ കാറ്റൊക്കെ വന്ന് ഇങ്ങനെ അടിച്ച് നമ്മളിങ്ങനെ വാവ് ഫീല. അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ഇതില്ലേ, മഞ്ഞൊക്കെ ഇങ്ങനെ മാറി സൂര്യൻ ഇങ്ങനെ പൊന്തി വരില്ലേ, ആ സമയത്ത് കേൾക്കാൻ നല്ല രസം. ഇത് പറയണോ ഞാൻ? ഇത് സംഭവം ശരിക്കും നല്ല രസോ. സൂര്യൻ ഇങ്ങനെ പൊന്തി വരുന്നതാണ്. അത് നമ്മള് ഭയങ്കര കോടയായിരിക്കും, ഭയങ്കര കാറ്റായിരിക്കും. അതിനിടയില്ല പോണം. ശരിക്കും മസ്റ്റാണ് കേട്ടോ. അത് ഈ ഒരു മഞ്ഞ് വീഴുന്ന സമയത്ത് തന്നെ ശരിക്കും പോണം. നല്ല ഫീലാണ് വിഷപ്പിലുമല പോയി കഴിഞ്ഞാൽ. ഇടുക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഈ പറഞ്ഞ പോലെ കേരളത്തിലാണ്. നിങ്ങൾ നേപ്പാളിലൊക്കെ ട്രക്കിങ് പോയി ഞങ്ങൾ എങ്ങനെ പറയും? എന്താലേ ഹൈപ്പായിരിക്കും. ഞാൻ എവിടെ കുഞ്ഞു സ്ഥലത്ത് പോയാലും ഞാൻ വലുതാക്കി പറയും. എനിക്ക് തോന്നി